എല്ലാവർക്കും നമസ്കാരം. നല്ല നെല്ലിക്ക, ഫ്രഷ് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, വിനീഗർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വെള്ളം ബോയിൽ ചെയ്തിട്ട് തണുക്കാൻ വെക്കണം. ആ വെള്ളം വേണം ഒഴിക്കാൻ നമ്മൾ. ഞാനിപ്പോൾ അതാ വെള്ളം ബോയിൽ ചെയ്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കുറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് സീസൺ വരുന്ന സമയത്ത് നമുക്ക് വാങ്ങി ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് പിക്കിളിനും എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ അതിന് മുങ്ങാനുള്ള കുറച്ച് വിനീഗർ ഒഴിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. നല്ല ഉപ്പ് നമ്മൾ ഇതുകൂടുണ്ട്, വിനീഗർ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണ്ട അതിനനുസരിച്ച് ഇട്ടോളൂ. നമ്മൾ വേറെ ഇതിനെ വേണമെങ്കിൽ മുറിച്ച് പിക്കിളൊക്കെ ആക്കാം. അപ്പോൾ അപ്പോഴും ഉപ്പിടുമല്ലോ നമ്മൾ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. വിനീഗർ ഇത്ര ഒഴിച്ചു, മുങ്ങണം അതുമാതിരി നമ്മൾ ഒഴിച്ച് വെക്കണം. നെല്ലിക്ക നല്ലോണം മുങ്ങണ അത്രയും ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അത് നേരെയാക്കി അതിലിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും നന്ദി പറയണു. 500 സബ്സ്ക്രൈബേഴ്സ് മെല്ലെ വന്നുള്ളൂ, കുഴപ്പമില്ല. ഓരോരോ സബ്സ്ക്രൈബർ, 2 സബ്സ്ക്രൈബർ എന്നെ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റ് വന്നു. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇഷ്ടപ്പെടുന്നില്ലേ. ഞാനൊരു നാടൻ വിഭവങ്ങളാണ് ജാസ്തി കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ. എന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾക്കേ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് നോക്കി പഠിക്കാമല്ലോ. ആ ഒരു രീതിയിലുള്ള നാടനാണ് മാക്സിമം ഇടാൻ നോക്കുന്നത്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടും വേണമല്ലോ. അപ്പോൾ ഞാനൊരു 500 സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് എനിക്കറിയില്ലല്ലോ. അവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. അപ്പം ഞാൻ അടുത്ത ഇത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഒരു പ്രാവശ്യം കൂടി താങ്ക് യു. നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് അതും ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ചില്ലിയൊക്കെ ഇട്ടിട്ട് അച്ചാറുണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എല്ലാവരും ഇട്ട് നോക്കൂട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ടുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അവർക്കൊക്കെ ഉള്ള ബിഗിനേഴ്സിനുള്ള ഒരിതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.